ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പാർവതി പരമേശ്വരനോട് രാമചരിതം പറയാൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കൈലാസപർവ്വതത്തിൽ രത്നമയമായ പീഠത്തിലിരിക്കുന്ന ധ്യാനനിഷ്ഠനായ സർവേശ്വരനോട് ആ പരമേശ്വരൻ്റെ തന്നെ മടിത്തട്ടിൽ വാഴുന്നവളായ ദേവി ഭഗവതി, സുന്ദരി ഹൈമവതി, ഹിമവത് പുത്രി, ഹിമവാൻ്റെ പുത്രി ഹൈമവതി, ഭഗവാൻ ഭാഷ്യകാരൻ അനേക സ്വർണ്ണാഭരണങ്ങളാൽ ശോഭിക്കുന്ന ഭാവത്തോടൊത്ത എന്ന കണക്ക് ജ്ഞാനത്താൽ പ്രശോഭിക്കുന്നവൾ ഹൈമവതി എന്നൊരർത്ഥം ഉപനിഷത് ഭാഷ്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹിമവാൻ്റെ പുത്രിയാണ്, അതുപോലെ ജ്ഞാനത്താൽ ശോഭിക്കുന്നവളാണ്. അങ്ങനെയുള്ള ഹൈമവതി വളരെ ഭക്തിയോടുകൂടി ചോദിക്കുകയാണ്, സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകാവാസ സർവേശ്വര മഹേശ്വര, സർവശങ്കര ശരണാഗത ജനപ്രിയ, സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. നേരത്തെ സൂചിപ്പിച്ചു, എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തെ മലയാളത്തിലേക്ക് അനുവാദം ചെയ്യുമ്പോൾ കുറേ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്വതന്ത്ര അനുവാദം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന്. പ്രത്യേകിച്ച് സ്തുതികൾ, ഭക്തിപൂർവമായ വർണ്ണനകൾ വരുമ്പോൾ എത്രമാത്രം പദസമ്പന്നനായി തീരുന്നു, വാചാലനായി തീരുന്നു എഴുത്തച്ഛൻ എന്നുള്ളത് പറയാൻ വയ്യ. ഇവിടെ മൂലത്തിൽ ഹേ ദേവേശ ജഗന്നിവാസ എന്നേ പാർവതി ചോദിക്കുന്നുള്ളൂ. പക്ഷേ കിളിപ്പാട്ട് വരുമ്പോഴത്തേക്ക് ഭക്തിഭാവത്താൽ ആവിഷ്ടനായി സ്തുതി ചെയ്യുന്ന സമയത്ത് ഒന്നിനു പിറകെ ഒന്നായി വിഭൂതി വർണ്ണനാപരമായിരിക്കുന്ന പദങ്ങൾ അങ്ങനെ ഒഴുകി വരികയാണ് എഴുത്തച്ഛനിൽ നിന്ന്. ഇത് വലിയൊരു സവിശേഷതയാണ്. ഭക്തി പാരവശ്യത്തിൽ സ്വാഭാവികമായി പുറത്തേക്ക് വരുന്ന കീർത്തനങ്ങൾ, സ്തോത്രങ്ങൾ, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എത്രമാത്രം സംബോധനകളാണ്. സർവാത്മാവായ നാഥ, സർവരുടെയും ആത്മസ്വരൂപത്തിൽ നിവസിക്കുന്ന, സർവത്തിനും ഉണ്മയെ നൽകുന്ന ഹേ നാഥ പരമേശ്വര പോറ്റി, സർവലോകത്തെയും സംരക്ഷിക്കുന്നവനെ, സർവലോകാവാസ സർവലോകത്തിലും ആവസിക്കുന്നവനെ, അഥവാ സർവലോകവും ആരിൽ ആവസിക്കുന്നുവോ അങ്ങനെയുള്ളവനെ, സർവേശ്വര സർവത്തെയും ഈശനം ചെയ്യുന്നവൻ, സർവപ്രപഞ്ച പ്രതിഭാസങ്ങളെയും ഈശനം ചെയ്യുന്നവൻ. ഈശനം ചെയ്യുക, നിയന്ത്രിക്കുക. ശ്രേഷ്ഠ ഭാരതം ആരുടെ ആജ്ഞയ്ക്ക് വിധേയമായിട്ട് സൂര്യചന്ദ്രാദികളെല്ലാം പ്രവർത്തിക്കുന്നുവോ, അഗ്നിയും വായുവും പ്രവർത്തിക്കുന്നുവോ, ഹേ ഭഗവൻ മഹേശ്വര, മഹാനായ ഈശ്വരൻ മഹേശ്വര, ശർവ ഹേ പരമേശ്വര സുഖിപ്പിക്കുന്നവനെ, സർവലോകത്തെയും സുഖിപ്പിക്കുന്നവനെ, ശങ്കര ശം സുഖമാണ്, ആനന്ദമാണ്, അതിനെ ചെയ്യുന്നവൻ, സുഖത്തെ ആനന്ദത്തെ നൽകുന്നവൻ ശങ്കരൻ,
ഹേ ശങ്കര, ശരണാഗത ജനപ്രിയ, ശരണാഗതന്മാരായ ഭക്തജനങ്ങൾക്ക് മുഴുവൻ പ്രിയത്തെ, ഹിതത്തെ നൽകുന്നവൻ. ശരണാഗത ജനപ്രിയ, സർവദേവേശ, സർവദേവന്മാരെയും ഈശനം ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. സർവദേവന്മാർ, സർവപ്രകാശ സ്രോതസ്സുകൾ, അഥവാ സർവത്തെയും നയിക്കുന്നവർ, അങ്ങനെയുള്ളവരെ എല്ലാം ഈശനം ചെയ്യുന്നവൻ. സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ, ജഗത്തിനെ മുഴുവൻ നയിക്കുന്നവൻ, കാരുണ്യത്തിന് സമുദ്രമായവൻ, കരുണയുടെ സമുദ്രമായവൻ. അപ്പം ഈശ്വര സംബോധന ഒന്ന് വരുമ്പോഴത്തേക്ക്, മൂലത്തിൽ ഒരു പദം വരുമ്പോഴത്തേക്ക് ഭക്തി ഭാവത്താൽ ആവിഷ്ടനായി ഹൃദ്യസുന്ദരങ്ങളായ നിരവധി പദാവലികളെ കൊണ്ട് സ്തുതിക്കുന്നതാണ് എഴുത്തച്ഛൻ്റെ ശൈലി. ആ ശൈലി നമുക്ക് അങ്ങോളം ദർശിക്കാം. ഏതായാലും ഇങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ഇത് മൂലത്തിലെ അതേപോലെയുള്ള അനുവാദമാണ്. അത്യന്ത രഹസ്യമായ വസ്തു, തീർത്തും ഗുഹ്യമായ വസ്തു, അങ്ങനെയുള്ള രഹസ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ മഹാനുഭാവന്മാരായിട്ടുള്ളവർ, മഹാനുഭാവന്മാർ, മഹത്തായ അനുഭവത്തോടു കൂടിയവർ, അനുഭവശാലികൾ, അല്ലെങ്കിൽ മഹത്തായി അനുഭാവന ചെയ്യപ്പെടേണ്ടവർ, ബഹുമാനിക്കപ്പെടേണ്ടവർ, രണ്ട് രീതിയിലും പറയാം. ഇപ്പം മഹത്തായ അനുഭവ ബലത്തോടു കൂടിയവർ മഹാനുഭാവന്മാർ, അഥവാ മഹത്തായി അനുഭാവിക്കപ്പെടേണ്ടവർ, ബഹുമാനിക്കപ്പെടേണ്ടവർ, അങ്ങനെയുള്ള മഹാജനങ്ങൾ, വിജ്ഞാനികളായ മഹാപുരുഷന്മാർ അത്യന്ത രഹസ്യമായ വസ്തുവാണെങ്കിലും ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും. ഇപ്പോൾ തൻ്റെ അരികെ വന്ന തത്വജ്ഞാനത്തിന് അപേക്ഷിക്കുന്ന ഒരാളുടെ ഭക്തിയും ശ്രദ്ധയുമൊക്കെ നോക്കിക്കണ്ട്, അവൻ്റെ സേവ നോക്കിക്കണ്ട് ഇവർ ഉത്തമ പാത്രങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ, തത്വജ്ഞാനത്തിന് പാത്രമാണ് ഇയാൾ എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും രഹസ്യമാണെങ്കിലും ഉപദേശിക്കുമെന്നാണല്ലോ കേൾക്കുന്നത്. അവിടെ എന്ന് കേൾപ്പൂ എന്നുള്ളത് ഇവിടെ അനുവാദത്തിൽ കൂട്ടിച്ചേർത്തത് തന്നെയാണ്. കാരണം മൂലത്തിൽ പാർവതി പരമേശ്വരനോട് പറയുന്നത് അത്യന്ത രഹസ്യമായ വിഷയമാണെങ്കിലും ഭക്തി ശ്രദ്ധകളോടുകൂടി പാത്രത്വം നേടിയവർക്ക് വിദ്വാൻമാർ ഉപദേശിക്കും എന്നാണ്. അത് അനുവാദം ചെയ്തിട്ട് എന്ന് കേൾപ്പൂ എന്ന് ഇവിടെ കൂട്ടിച്ചേർത്തു. ആ എന്ന് കേൾപ്പൂ എന്നുള്ള കൂട്ടിച്ചേർക്കൽ അത്യന്ത സുന്ദരവുമാണ്. ആ ഒരു ശൈലി വളരെ മനോഹരമായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കേട്ടറിവുണ്ട്. അതുകൊണ്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു. ആകാംക്ഷാപരവശ ചേതസ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പരവശമായ ബുദ്ധിയോടുകൂടി, കേവലം ഒന്നറിയാനുള്ള ജിജ്ഞാസയല്ല, ആ ജിജ്ഞാസ വർദ്ധിച്ച് വർദ്ധിച്ച് അറിഞ്ഞേ തീരൂ എന്നുള്ള ആ ഒരു ദൃഢമായ ജിജ്ഞാസയോടുകൂടി ഞാനിതാ ഭഗവാനെ അങ്ങയോട് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന വസ്തു രഹസ്യമാണ് എങ്കിലും സേവ ചെയ്യുന്നവർക്ക് ഗുരുനാഥന്മാർ ഉപദേശിക്കാറുണ്ടല്ലോ. ഞാനാകട്ടെ എപ്പോഴും നിന്നാൽ ചേർന്നവളാണ്, എപ്പോഴും നിന്നെ സേവിക്കുന്നവളാണ്. അങ്ങനെയുള്ള എനിക്ക് പറഞ്ഞു തരണമേ എന്ന് താത്പര്യം. ഇതിന് മറുപടിയായിട്ടാണ് രാമായണം മഹേശ്വരനാൽ പറയപ്പെടുന്നത്. നമുക്ക് ക്രമമായി പഠിക്കാം.